ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 39. യോഗമായ പ്രാദുർഭാവം. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശഗഗനോജ്ജലജ്ജലഗൗരാംഗളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സപുനരൈന്ദ്രജാലോദിതോ ജലൗകൈവ ദർശനാൽ പ്രബലമേയരാമായയോ. ഭവന്തമയമുദ്വഹൻ. ഇത് ഭഗവാന്റെ അവതാരം കഴിഞ്ഞ ഉടനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവര് ഭവന്തം ഭവന്തം അങ്ങയെ, അയം ആ വസുദേവര് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഉദ്വഹൻ അങ്ങയെ എടുത്തിട്ട്, യദുകുലോദ്വഹോ നിസ്സരൻ യദുകുലത്തിലേക്ക് യാത്രയായി, ദദർശ ഗഗനോച്ചല ജലഭരാം കളിന്ദാത്മജാം. അങ്ങനെ പോകുന്ന വഴിയില് യമുനാ നദി കടക്കേണ്ടതുണ്ട്, കാളിന്തി കടക്കേണ്ടതുണ്ട്. ആ കാളിന്തി നദിയുടെ അടുത്തെത്തിയപ്പോൾ ദദർശ എന്ത് കണ്ടു? ഗഗനോച്ചല ജലഭരം, ആകാശമുട്ട് വെള്ളം അങ്ങനെ ഉയർന്നു പൊങ്ങി ഒഴുകുന്നതായിട്ട് കണ്ടു. ഗഗനം എന്ന് പറഞ്ഞ ആകാശം. ഗഗനോച്ചല ജലഭരം, ധാരാളം വെള്ളം നിറഞ്ഞ്, മഴയായിരുന്നു അതുവരെ. ആ മഴയുടെ വെള്ളം എല്ലാം അങ്ങനെ കുത്തിയൊലിക്കുന്നതായിട്ട് കണ്ടു. കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സപുനര ഇന്ദ്രജാലോദിതോ. എന്നാ ഭഗവാനെയും കൊണ്ട് വസുദേവര് യമുനാ നദിയുടെ അല്ലെ കാളിന്തിയുടെ തീരത്തെത്തിയപ്പോഴോ ആ വെള്ളമെല്ലാം ഇന്ദ്രജാലം പോലെ, ഇന്ദ്രജാലോദിതോ, ഇന്ദ്രജാലം കൊണ്ടെന്ന പോലെ, ജലൗഘൈവ തക്ഷണാത്, ജലൗഘം, ജലൗഘം എന്ന് പറഞ്ഞാൽ ആ കൂടിയ അളവിലുള്ള ജലം, ആ പെരുവെള്ളം, തൽക്ഷണാത് ആ ക്ഷണം തന്നെ, ഒരു കുറച്ച് സമയം എടുത്തിട്ട് അങ്ങനെയൊന്നുമല്ല, ആ സമയത്ത് തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ എന്തായി തീർന്നു? പ്രപദമേയതാമായയൗ, കാലടി നനയത്തക്ക വിധത്തിലുള്ള അളവില് അങ്ങ് താഴ്ന്നു ചെന്നു. കുറേ ഭാഗം വെള്ളം ഇങ്ങനെ താന്നു പൊങ്ങി നിന്നിരുന്ന വെള്ളം, പൊങ്ങി ഒഴുകിയിരുന്ന വെള്ളം പെട്ടെന്ന് ഒരു ക്ഷണം കൊണ്ട് ഭഗവാൻ സമീപത്തെത്തിയതും വെള്ളം ഇന്ദ്രജാലത്താൽ എന്ന പോലെ താഴ്ന്നിട്ട് പാദം നനയത്തക്ക വെള്ളം ആയി തീർന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത്ഭുതം, അഹോ അത്ഭുതം എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് വിവരിക്കുന്നത്. ഭഗവാന്റെ ആ ഒരു ഇന്ദ്രജാലക്കാരനാണ് വന്നിരിക്കുന്നത്. ഭുവനത്തെ നിർമ്മിച്ചിട്ടുള്ള ഈ ഭഗവാൻ വന്നപ്പോൾ എന്തെന്ത് സംഭവിക്കുകയില്ല എന്നുള്ളതാണ് ശ്ലോകത്തില് അദ്ദേഹം പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. പ്രസുപ്ത പശുപാലികാം നൃപൃതമാരുതൽപാലികാം അപാവൃതകവാടികാം പശുപവാടികാമാവിശൻ പവന്തമയമർപ്പയൻ പ്രസവതൽപകേ തൽപദാൽ വഹൻ കപടകന്യകാം സുപുരമാഗതോപേഗതാം. പ്രസുപ്ത പശുപാലികാം. സുപ്തം എന്ന് പറഞ്ഞാൽ സുഷുപ്തി, നല്ല ഉറക്കത്തിലാണ്. ആര്? പശുപാലികമാര്, ഗോപസ്ത്രീകള് നല്ല ഉറക്കത്തിലാണ്. നിഭൃതമാരുതത് ബാലികാം, ഒരു ബാലികയുടെ, പെൺകുട്ടിയുടെ കരച്ചില് മാത്രം, നിഭൃതം, ആ കരച്ചില് മാത്രം അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തിനാണ് ആ കുട്ടി കരയുന്നത്? ഞാൻ ഇവിടെയാണ് അച്ഛാ, ഇങ്ങോട്ട് വരൂ എന്ന് പറയുകയാണ്. വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ കരയുന്നത്. അപാമൃത കവാടികാം, വാതിലൊന്നും അടച്ചിട്ടില്ല, എല്ലാം തുറന്നു കിടക്കുകയാണ്. പശുപവാടികാമാവിശൻ, ആ പശുപവാടികയിൽ ഗോകുലത്തില് വസുദേവര് ഉണ്ണികൃഷ്ണനെയും കൊണ്ട് എത്തി. ഭവന്തമയമർപ്പയൻ, അങ്ങയെ അവിടെ കിടത്തി. ഭഗവാനോട് നേരിട്ട് സംവദിക്കുകയാണ്. ഗുരുവായൂരപ്പൻ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് മേൽപ്പത്തൂര് നാരായണീയത്തിൽ ഉടനീളം ഓരോ ശ്ലോകത്തിലും അങ്ങ് എന്നുള്ള സംബോധനയുണ്ട്. ഭവന്തമയമർപ്പയൻ, അങ്ങയെ അവിടെ കിടത്തി. എവിടെയാണ് കിടത്തിയത്? പ്രസവതൽപകേ, ആ പ്രസവതൽപ്പത്തിൽ, പ്രസവ കിടക്കയിൽ, കട്ടിലിൽ കിടത്തി. തത്പദാദ് വഹൻ, ആ കിടക്കയിൽ, യശോദയുടെ അടുത്ത് ഉണ്ടായിരുന്ന തത്പദാദ്, ആ കിടക്കയിൽ നിന്ന്, ഉദ്വഹൻ കപടകന്യകാം, കപടകന്യകയായിട്ടുള്ള മായാഭഗവതി അവിടെ കിടക്കുന്നുണ്ട്. ഒരു പെൺകുഞ്ഞിന്റെ രൂപത്തില് മായാഭഗവതി
അവിടെ കിടക്കുന്നുണ്ട്. ആ കന്യകയെ ഉദ്വഹൻ എടുത്തു. ഭഗവാനെ അവിടെ കിടത്തി ആ മായാ ഭഗവതിയെ അവിടെ നിന്ന് എടുത്തു. എന്നിട്ടോ സ്വപുരമാഗതോ വേഗത, സ്വന്തം പുരത്തിലേക്ക് വേഗത്തിൽ തന്നെ തിരിച്ചു പോന്നു. എന്താ വേഗത്തിൽ പോരാൻ കാരണം? ആരും അറിയാതാണ് ഈ മാറ്റമൊക്കെ. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവര് ഉണ്ണികൃഷ്ണനെ എടുത്തുകൊണ്ടുപോയി യശോദ മാതാവിന്റെ അടുത്ത് കൊണ്ട് കിടത്തി. അവിടെ ഉണ്ടായി കിടക്കുന്ന യോഗമായാദേവി പെൺകുഞ്ഞിന്റെ രൂപത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. ആ ദേവിയെ കൈകളിലെടുത്ത് വേഗം തന്നെ സ്വന്തം പുരത്തിലേക്ക് തിരിച്ചു പോന്നു, മധുരാപുരിയിലേക്ക് തിരിച്ചെത്തി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. തതസ്ത്വതനുജാവരക്ഷപിത നിദ്രവേഗദ്രവ പടോൽക്കര നിവയതിത പ്രസവാർത്തൈവാർത്തിമാൻ വിമുക്ത ചിഗുരോൽക്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനി കാവരേല്യകാം. അങ്ങനെ പെൺകുഞ്ഞിനെ കാരാഗ്രഹത്തിൽ തിരിച്ചെത്തിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ വസുദേവര് തിരിച്ചെത്തിയതിന് ശേഷമാണ് ആ കുട്ടി, കാരാഗ്രഹത്തിൽ എത്തിയതിനു ശേഷമാണ് ആ കുട്ടി കരയുന്നത്. തഥ ത്വദനുജാരവ, അനുജ എന്ന് പറഞ്ഞാൽ അനുജത്തി, ത്വദനുജ അങ്ങയുടെ അനുജത്തി, തഥാ അതിനുശേഷം അങ്ങയുടെ അനുജത്തി എന്ത് ചെയ്തു? കരഞ്ഞു. രവം എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കി. കുട്ടികൾ ഉണ്ടായാൽ ഉടനെ കരയും. പക്ഷെ ഇവിടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിട്ട് ഒരു കരച്ചിലും ഉണ്ടായില്ല ഇതുവരെ. ഗോകുലത്തിൽ എത്തണത് വരെ നല്ല തിരിച്ചു പോരുമ്പോഴും ഒരു കരച്ചിലുമില്ല. പക്ഷെ മായാഭഗവതി കാരാഗ്രഹത്തിൽ എത്തിയതോടുകൂടി കരയാൻ തുടങ്ങി. തദനുജാരവ ക്ഷപിത നിദ്ര, അവരുടെ കാവൽക്കാരുടെ ഉറക്കം ഇല്ലാതാക്കി. ക്ഷപിത നിദ്ര ഉറക്കം. വേഗദ്രവദ്ഭടോത്കര നിവേദിത, ഭടന്മാരുടെ ഉറക്കം കെടുത്തത്തക്ക വിധത്തിൽ മായാഭഗവതി ഉറക്കെ അങ്ങ് കരഞ്ഞു. അപ്പൊ അവര് പെടഞ്ഞുണീറ്റ് കംസനോട് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ, ദുഃഖിതനായിട്ട് ഉറക്കം ഇല്ലാതെ വിഷമിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിരുന്ന കംസന്റെ അടുത്ത് ഭടന്മാർ ഓടിച്ചെന്ന് പറഞ്ഞു, പ്രസവിച്ചു, ദേവകി പ്രസവിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. വിമുക്ത ചികുരോത്കരസ്ത്വരിതമാപതൻ, മുടിയൊക്കെ അഴിഞ്ഞു കിടക്കുകയായിരുന്നു. കിടന്ന് ഉറങ്ങുന്നതിന്റെ പിന്നെ സ്വയം ഉള്ളിൽ നല്ല ഭയമുണ്ട്. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിന്റെ ഇടയിൽ മുടിയൊക്കെ അഴിഞ്ഞു. വിമുക്ത ചികുരോത്കരം, മുടി വിമുക്തമായി, കെട്ടൊക്കെ അഴിഞ്ഞുപോയി, വിമുക്തമായി. വിമുക്ത ചികുരോത്കരസ്ത്വരിതം ആപതൻ, ത്വരിതം എന്ന് പറഞ്ഞ വേഗം. ആപതൻ ഭോജരാട് എന്ന് പറഞ്ഞ കംസൻ, രാടെന്ന് പറഞ്ഞ രാജാവാണ്, ഭോജരാജാവായ കംസൻ. അതുഷ്ടൈവ ദൃഷ്ടവാൻ, സന്തോഷം ഉണ്ടായില്ല. എന്താണ് സന്തോഷം ഇല്ലാതെയാവാൻ കാരണം? അതുഷ്ട ഇവ സന്തോഷമില്ലാത്തവനായി തീർന്നു. സന്തോഷമല്ലെങ്കിലും ഇല്ല, പക്ഷെ ഇവിടെ പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നത് ഒരു ആൺകുട്ടിയായിരിക്കും എന്നാണ്. പക്ഷെ ഇപ്പോൾ എന്താണ് കാണുന്നത്? ഭഗിനികാകരേ കന്യകാം, സഹോദരിയുടെ, ഭഗിനി എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ കയ്യിൽ ഒരു പെൺകുഞ്ഞിനെ, കന്യകയാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു ശങ്കയുണ്ടായി. ഇതെന്ത് മായാജാലമാണ് ഭഗവാന്റേത് എന്ന് ശങ്കിച്ചു. അതാണ് അതുഷ്ടനായി തീർന്നത്. അതുഷ്ട ഇവ ദൃഷ്ടവാൻ, അതുഷ്ടനെ പോലെ കാണപ്പെട്ടു എന്നാണ്. അതുഷ്ട ഇവ ദൃഷ്ടവാൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടു. ഭഗിനി എന്ത് കണ്ടപ്പോഴാണ്? ഭഗിനികാകരേ കന്യകാം, സഹോദരിയുടെ കയ്യിൽ ഒരു പെൺകുഞ്ഞാണ് എന്ന് കണ്ടതുകൊണ്ട്. അതായത് സാധാരണ കൊല്ലാൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾ കൊല്ലാൻ വരിക വളരെ അപൂർവമാണ്. ആണുങ്ങളാണ് യുദ്ധത്തിൽ ഏർപ്പെടുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു പെൺകുഞ്ഞ്, അത് മാത്രമല്ല പെൺകുഞ്ഞിനെ കൊല്ലുന്നതും പാപമാണ്. സ്ത്രീഹത്യ വളരെ പാപമായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതുഷ്ടനായി, സന്തോഷമില്ലാത്തവനായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. ധ്രുവം കപടശാലിനോ മധുര ഹരസ്യമായ ഭവേൽ അസൗ ഇരികിശോരികാം ഭഗിനികാകരേ ലിംഗിലാം ദിവോ നളിനികാന്തരാദിവമൃണാളികാമാക്ഷിപൻ അയം തദനുജാമുപലപട്ടകേ പൃഷ്ടവാൻ.
ധ്രുവം കപടശാലിനോ. ധ്രുവം എന്ന് പറഞ്ഞ നിശ്ചയം, ഉറപ്പായിട്ടും ഇത് ആരുടെ പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം ഒന്ന് ശങ്കിച്ചു എന്താണെന്ന് കംസൻ. ആദ്യം ഒന്ന് പരിഭ്രമിച്ചു, പെൺകുട്ടിയോ, എന്നെ കൊല്ലാൻ വരുന്നത് ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ ആദ്യം ഒന്ന് ശങ്കിച്ചു. പെട്ടെന്ന് മനസ്സിലായി, ഒരു നിശ്ചയമുണ്ടായി. ധ്രുവം എന്ന് പറഞ്ഞ ഉറപ്പായിട്ടും, ഇത് ഉറപ്പായിട്ടും ആ കപടശാലിയായ, കപട മായ കാട്ടി ആൾക്കാരെ മയക്കണ ആ ഭഗവാന്റെ കളി തന്നെ. കപടശാലിനോ മധുഹരസ്യ, മധുവിനെ കൊന്ന ഭഗവാന്റെ കളി തന്നെയാണിത്. മധുഹരസ്യ മായാഭവേത്, അദ്ദേഹത്തിന്റെ കാപട്യമാണ്, അല്ലെങ്കിൽ പറ്റിക്കലാണ്, എന്നെ പറ്റിക്കാൻ നോക്കുക. മായാഭവേത് അസാവിധി കിശോരികാം, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും പെണ്ണെങ്കിൽ പെണ്ണ്, കൊല്ലാതിരിക്കണം, എൻ്റെ ജീവന് ഒരു കുഴപ്പവും വരരുത് എന്നുള്ള ചിന്തയിൽ, പെണ്ണെങ്കിൽ പെണ്ണ്, പെണ്ണിനെ ആണെങ്കിലും ഞാൻ കൊല്ലും എന്ന ചിന്തയിലാണ്. അസാവിധി കിശോരികാം, കിശോരി എന്ന് പറഞ്ഞ പെൺകുഞ്ഞ്. ഭഗിനിക കരാലിംഗിതാം, ഭഗിനിയുടെ കയ്യിൽ അങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന, ഭഗിനി മുറുകെ പിടിച്ചിരിക്കുന്ന ആ പെൺകുഞ്ഞിനെ ദ്വിപോ നളിനികാന്തരാദിവ, ദ്വിപം എന്ന് പറഞ്ഞാല് ആന, നളിനികാന്തരാദിവ താമരപ്പൂവിൽ, താമരപ്പൂവിനെ എന്ന പോലെ, താമര പൊയ്കയിൽ നിന്ന് നളിനികാന്തരാദിവ, ഇളം താമര വളയത്തെ എന്ന പോലെ, നളിനികാന്തരാ താമര പൊയ്കയുടെ ഉള്ളിൽ നിന്ന് ഇളമായിട്ടുള്ള താമര വളയം, മൃണാളികാം ആക്ഷേപൻ, മൃണാളിക എന്ന് പറഞ്ഞാൽ അതാണ് താമര വളയം, താമര വളയത്തെ പറിച്ചെടുക്കുന്നത് പോലെ, ആന തുമ്പിക്കൈ നീട്ടിയിട്ട് ഒരു താമര പൊയ്കയിൽ നിന്ന് ഒരു ഇളം താമര അതിന്റെ വളയത്തോടെ പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ തൻ്റെ അനുജത്തിയുടെ കയ്യിൽ ഇരിക്കുന്ന ആ കുഞ്ഞിനെ കംസൻ അയം ത്വദ് അനുജാം അജാം, അങ്ങയുടെ അനുജയായിട്ട് അവതരിച്ച ആ മായാഭഗവതിയായ അജ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവൾ, ജന്മമില്ലാത്ത ആ ഭഗവതി ഇപ്പൊ ജനിച്ചിരിക്കുന്നു എന്ന ഭാവത്തില് അങ്ങനെ രൂപം കൈക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ അങ്ങയുടെ അനുജയെ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു. ദേവകി മാതാവിന് ആ കുഞ്ഞിനെ കൊടുക്കാൻ വലിയ വൈമുഖ്യമുണ്ട്. കാരണം അത് തൻ്റെ കുഞ്ഞല്ല. തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നപ്പോ ഇത്രയും ദുഃഖമുണ്ടായിരുന്നില്ല. ഇതിപ്പോ മറ്റൊരാളുടെ കുഞ്ഞാണ്, അതിനെ കൊല്ലാൻ കൊടുക്കുന്നത് കഷ്ടമല്ലേ? തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാളുടെ കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കുക, അത് പാതകമല്ലേ? അപ്പൊ ഒന്ന് ശ്രമിച്ചു നോക്കാം, ഏട്ടന്റെ അടുത്തൊന്ന് വാദിച്ചു നോക്കാം എന്ന് വിചാരിച്ച, ഇത് പെൺകുഞ്ഞല്ലേ ഏട്ടാ, കൊല്ലല്ലേ, ഇത്രയും 6 കുട്ടികളെ ഏട്ടൻ കൊന്നില്ലേ, ഇതൊരു പെൺകുഞ്ഞല്ലേ, ഞാൻ വളർത്തിക്കോട്ടെ, ഇതിനെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കി. ഒരു കാര്യവുമില്ല. ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആ അനുജയെ, അങ്ങയുടെ അനുജയായിട്ടുള്ള അജയായിട്ടുള്ള, ജനനമില്ലാത്ത, ജനന മരണങ്ങളിലൊന്നും പെടാത്ത അമ്മ മായാഭഗവതിയെ തട്ടിയെടുത്തു. അജാം ഉപലപട്ടകേ പിഷ്ടവാൻ, ആ വട്ടപ്പാറപ്പുറത്തേക്ക് ആഞ്ഞടിച്ചു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. തതോ ഭവതുപാസകോ ചടിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സാ സമധിരൂഢരൂപാന്തര അധസ്ഥലമജഗ്മുഷീ വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോഗതാ കില വിഹായ സാദിദ്യുതേ. നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. തതോ ഭവതുപാസകോ, ആദ്യത്തെ വരിയിൽ തന്നെ ഒരു ഉപമയാണ് പറയുന്നത്. തതോ അപ്പോൾ, ഭവതുപാസകോ ഝടിതി മൃത്യുപാശാദിവ, അങ്ങയുടെ ഭക്തന്മാര്, ഉപാസകന്മാര്, ഭവതുപാസകോ അങ്ങയുടെ ഉപാസകന്മാരെന്ന് പറഞ്ഞാൽ ഭക്തന്മാര്, ഝടിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്,
മൃത്യുപാശാദിവ, മൃത്യുപാശം എന്ന് പറഞ്ഞാൽ മരണക്കയർ, കാലൻ കൊടുത്തയക്കുന്ന കയറ്, തൻ്റെ കിങ്കരന്മാരുടെ കയ്യിൽ കൊടുത്തയക്കുന്ന കയറ്, അതിൽ നിന്ന് പ്രമുച്യതരസൈവ, അതിൽ നിന്ന് എങ്ങനെയാണോ മോചിപ്പിക്കപ്പെടുന്നത്. അതിനൊരു കഥ ഭാഗവതത്തിലുണ്ട്, നാരായണീയത്തിലുമുണ്ട്, അജാമിളന്റെ കഥ. അജാമിളൻ നാരായണ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൃത്യുപാശമെല്ലാം അയഞ്ഞുപോയി. അതുപോലെ എന്നാണ് ഇവിടെ ഉപമ പറയുന്നത്. ഭഗവതി കംസന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതിനൊരു നല്ല ഉപമ പറഞ്ഞിരിക്കുകയാണ്. അങ്ങയുടെ ഭക്തന്മാർക്ക് മരണക്കയർ പെട്ടെന്ന് എങ്ങനെ വിട്ടുപോകുന്നു, അതുപോലെ കംസന്റെ കയ്യിൽ നിന്ന് ഭഗവതി, മായാ ഭഗവതി പ്രമുച്യ, മോചിപ്പിക്കപ്പെട്ടിട്ട്, തരസൈവ പെട്ടെന്ന്, സാ സമധിരൂഢ രൂപാന്തര, ആ പെൺകുഞ്ഞിന്റെ രൂപമൊക്കെ വെടിഞ്ഞ് ഭഗവതിയുടെ യഥാർത്ഥ രൂപത്തിലായി തീർന്നു. സമധിരൂഢ രൂപാന്തര അധസ്ഥലമജഗ്മുഷി, അങ്ങനെ ഉയർന്നു, ആകാശത്തിൽ ഉയർന്ന് 8 കൈകളോട്, വികസത അഷ്ടബാഹു, 8 കൈകളോടുകൂടിയ ദേവീ സ്വരൂപത്തെ കാണാൻ സാധിച്ചു. വികസത അഷ്ടബാഹു സ്ഫുര, ദിവ്യപ്രകാശത്തോടുകൂടി 8 കൈകളോടുകൂടി, 8 കൈകളും ആ ഓരോ കൈകളിലും ആയുധം, മഹായുധമഹോ, 8 കൈകളിലും ആയുധങ്ങളോടുകൂടി ഭഗവതി അങ്ങനെ പ്രകാശിച്ചു. ഗതാകില വിഹായ സാദിദ്യുതേ, ആകാശത്തിൽ അങ്ങനെ പ്രകാശിച്ചു, ശോഭിച്ചു. ആശ്ചര്യം തന്നെ. ആ പെൺകുഞ്ഞങ്ങനെ കംസന്റെ കയ്യിൽ നിന്നും വഴുതി ആകാശത്തിലേക്ക് പോയിട്ട് താഴേക്ക് പോവാണ് ചെയ്യുക. സാധാരണ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയാൽ, നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു വസ്തു, കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു വസ്തു കൈ വിട്ടുപോയാൽ താഴേക്കാണ് പോണത്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ആകാശത്തിലേക്ക് ഉയരുകയാണ് ചെയ്തത്. ഉയർന്നിട്ടോ ആ രൂപമെല്ലാം അങ്ങ് മാറി, ദേവിയുടെ ദിവ്യ സ്വരൂപം കാണിച്ചു കൊടുത്തു എന്നാണ്. കംസനത് കാണാനുള്ള ഭാഗ്യമുണ്ടായി, ഭഗവതിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയാനാണ്. അതാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്, ഭഗവതിയെ കാണാൻ സാധിച്ചത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. നൃശംസതര കംസ, നൃശംസതരൻ എന്ന് പറഞ്ഞാൽ, നൃശംസം എന്ന് പറഞ്ഞ ദുഷ്ടൻ, മഹാദുഷ്ടനായ കംസ. ഭഗവതി പറയുകയാണ് കംസനോട്, കംസനെ സംബോധന ചെയ്ത് പറയാണ്, മഹാദുഷ്ടനായ കംസ, നിനക്ക് എന്നെ കൊന്നിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് നിനക്കൊരു പ്രയോജനവുമില്ല എന്നാണ്. ഭവദന്തകഃ ക്വചന ബഭൂവ, താങ്കളുടെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട്. ക്വചന ബഭൂവ, ഉണ്ടായിട്ടുണ്ട്. നിന്റെ അന്തകൻ എവിടെയോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. തേ ഹിതം ചിന്ത്യതാം, നിനക്ക് ഗുണമായിട്ടുള്ളത് നീ ആലോചിച്ച് ചെയ്തു കൊള്ളുക. ഇതി വിഭോത്വതനുജാ തം ഖലം ഉദീര്യ ജഗ്മുഷി, എന്നിപ്രകാരം ഭഗവാനെ നിന്തിരുവടിയുടെ അനുജത്തി ആ ദുഷ്ടനോട് പറഞ്ഞിട്ട് പോയി. അതായത് ആ ദുഷ്ടന്റെ ഉള്ളില് മരണഭയം വർദ്ധിക്കാനും ഭഗവാനെ കുറിച്ചുള്ള ചിന്ത ദൃഢമാക്കാനും ഭഗവതി അനുഗ്രഹിച്ചതാണ്. അതായത് ഭഗവതിയുടെ കാലിൽ പിടിച്ചതല്ലേ, ഭഗവതിയുടെ കാലിൽ, ഭഗവാന്റെ ആണെങ്കിലും ഭഗവതിയുടെ ആണെങ്കിലും കാലിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതിലധികം, അവർക്ക് എന്താണ് ഏറ്റവും ശ്രേയസ്സായിട്ടുള്ളത് അത് നൽകി അനുഗ്രഹിക്കുക അവരുടെ സ്വഭാവമാണ്. അതുപോലെ ഭഗവതി അനുഗ്രഹിച്ചതാണ്. എന്നാൽ ഉള്ളിൽ ഭയം വർദ്ധിക്കാനും ഭഗവാനെ കാണാനുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ വർദ്ധിക്കാനും വേണ്ടത് കൊടുത്തിട്ടാണ് ഭഗവതി പോയത്. മരുദ്ഗണപണായിത, ദേവന്മാരാൽ, മരുദ്ഗണം എന്ന് പറഞ്ഞാൽ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ പല ക്ഷേത്രങ്ങളിലും ആ ദേവി കുടികൊള്ളുകയും ചെയ്തു. 108 ദുർഗാലയങ്ങളൊക്കെ അങ്ങനെയാണ് പ്രസിദ്ധമായത്. ദേവി അവിടെയൊക്കെ കുടികൊണ്ടു എന്നാണ് ഈ ശ്ലോകത്തില് വർണ്ണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം.
കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപയേ. പുനഃ പ്രഗേ അഗാത്മജാവചനം ഭൂഭുജായിരിതാ. പിന്നെ പുനഃ എന്ന് പറഞ്ഞ പിന്നീട് പ്രഭാതത്തിൽ, പ്രഗേ പ്രഭാതത്തിൽ, അഗാത്മജ, അഗാത്മജ എന്ന് പറഞ്ഞാല് ദേവിയാണ്. അതായത് അകം പർവ്വതം, പർവ്വതപുത്രി പാർവതി ദേവി, ദേവിമാരെല്ലാം ഒന്ന് തന്നെ, ഈശ്വരൻ തന്നെയാണെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ്. അഗാത്മജാവചനം, ആ ദേവിയുടെ വാക്കിനെ കംസൻ പറഞ്ഞു, സുഹൃത്തുക്കളോട് മന്ത്രിമാരോട് ഒക്കെ പറഞ്ഞു. ഭൂഭുജ ഈരിത, ഈരിത എന്ന് പറഞ്ഞ പറഞ്ഞു. മാനിനഹ പ്രലംബഭഗഭൂതന പ്രമുഖ ദാനവാഹ, മാനികളായ ദുരഭിമാനികളായ പ്രലംബൻ, ഭഗൻ, പൂതന മുതലായ അസുരന്മാർ ഭവൻ നിധനകാമ്യയ, അങ്ങയെ കൊല്ലാനെന്നുള്ള ഉദ്ദേശത്തിൽ, അവിടുത്തെ കൊല്ലാനുള്ള ആഗ്രഹം നിമിത്തം കുമാരക വിമാരകാഹ, കുട്ടികളെ മുഴുവൻ, ആ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ കുട്ടികളും കൊല്ലാൻ ഒരു മടിയുമില്ല. അതൊരു തിന്മയാണ് എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ കുട്ടികളെ ഒക്കെ കൊല്ലുക എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. കുട്ടികളെ കൊന്നുകൊണ്ട് ഭയം കൂടാതെ ലോകത്തെങ്ങും ചുറ്റി നടന്നു. കുമാരക വിമാരകാഹ നിർഭയാഹ ജഗതി ബഭൂമുഹു. അതായത് രാജാവ് അങ്ങനെയുള്ള ദുഷ്ടനാണ്. രാജാവ് ദുഷ്ടനാവുമ്പോൾ ദുഷ്ടന്മാർക്ക് ബലം കൂടും. ദുഷ്ടന്മാര് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നല്ലതാണെന്ന് തോന്നും. നമ്മളിപ്പോ കേരളത്തിൽ അനുഭവിക്കുന്നത് അതാണല്ലോ. ഭരണകർത്താക്കൾ ദുഷ്ടന്മാർക്ക് അനുകൂലരായ, അതായത് ദുഷ്ട മനസ്സുള്ളവർ ഭരിക്കുമ്പോൾ ദുഷ്ടന്മാർക്ക് ആനുകൂല്യം കൂടും. അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയൊക്കെ നല്ലതാണ് എന്നങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് ഇവർക്ക് യാതൊരു ഭയവുമില്ല. ഇവരെ ആരെങ്കിലും ചോദ്യം ചെയ്യുമോ, പിടിച്ച് ജയിലിൽ ഇടുമോ എന്നുള്ള ഒരു ഭയവുമില്ല. കാരണം രാജാവിന്റെ സപ്പോർട്ടുണ്ട്. ആരെ വേണമെങ്കിലും, നല്ല ജനങ്ങളെ, സജ്ജനങ്ങളെ ഒക്കെ കൊല്ലാൻ ഒരു മടിയുമില്ല. അതുപോലെ കുട്ടികളെ കൊല്ലുന്നത്, അതുപോലെ സ്ത്രീജനങ്ങളെ കൊല്ലുന്നതൊക്കെ ഭയങ്കര പാതകമായിട്ടാണ് നമ്മൾ ഭാരതീയരെ കണക്കാക്കുന്നത്. നിഷ്കൃപൈഹി കിമിവ ദുഷ്കരം, ദയയില്ലാത്തവർക്ക്, നിഷ്കൃപ എന്ന് പറഞ്ഞാൽ കൃപയില്ലാത്തവര്, ദയയില്ലാത്തവർക്ക് എന്തൊന്നാണ് ചെയ്യാൻ പാടില്ലാത്തത്? കിമിവ ദുഷ്കരം, അവർക്ക് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാൻ യാതൊരു വിഷമവുമില്ല എന്നാണ് ഈ ശ്ലോകത്തില് മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തതപ്പശുഭമന്ദിരേ ത്വയി മുകുന്ദ നന്ദ പ്രിയ പ്രസോദിശയനേ ശയേരുവതി കിഞ്ചിദഞ്ജൽപദേ വിഭൂത്യ വനിതാ ജനൈ സ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഇത്രയും നേരവും പറഞ്ഞത് മധുരാപുരിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മള് ഗോകുലത്തിലേക്കാണ് പോകുന്നത്. പശുപ മന്ദിരത്തില് എന്ത് സംഭവിച്ചു? ഭഗവാനെ അവിടെയാണല്ലോ കൊണ്ട് കിടത്തിയത്. തഥ പശുപമന്ദിരേ, പശുപമന്ദിരം അതായത് ഗോകുലം. പശുപൻ എന്ന് പറഞ്ഞ പശുവിനെ പാലിക്കുന്നവൻ, അതായത് നന്ദഗോപ, അവരുടെ രാജാവായ നന്ദഗോപരുടെ മന്ദിരത്തിൽ, വീട്ടിൽ, ത്വയി അങ്ങ്, മുകുന്ദ നന്ദപ്രിയാ പ്രസൂതിശയനേ, മുകുന്ദനായ അങ്ങ് നന്ദപ്രിയാ പ്രസൂതിശയനേ, നന്ദപ്രിയ എന്ന് പറഞ്ഞ നന്ദരുടെ ഭാര്യയായ യശോദ, യശോദയുടെ പ്രസൂതിശയനേ, പ്രസവിച്ച ആ കട്ടിലിൽ, ശയേ അവിടെ കിടന്നുകൊണ്ട്, രുവതി കിഞ്ചിതഞ്ജത്പദേ അവിടെ കയ്യും കാലും കുടഞ്ഞുകൊണ്ട് കരഞ്ഞു, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കി. കിഞ്ചിത് അഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈഹി, ആ ശബ്ദം കേട്ട് ഗോപ സ്ത്രീകളെല്ലാരും അവിടെ ശയിച്ചിരുന്ന യശോദയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഗോപസ്ത്രീകളൊക്കെ അവിടെ വന്ന് കിടക്കുകയായിരുന്നു. അവരൊക്കെ എണീറ്റു, ഭഗവാന്റെ കരച്ചിൽ കേട്ട് എഴുന്നേറ്റു. വിബുദ്ധ്യ, വിബുദ്ധ്യ എന്ന് പറഞ്ഞ ഉണർന്നു. ഉറക്കായിരുന്നു അവര്, യോഗമായി ഉറക്കിയിട്ട് പോയതാണ് എല്ലാരെയും. ഭഗവാന്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് അവര്, അല്ലെ അനക്കം, കയ്യും കാലും കുടഞ്ഞ് ഒച്ചയുണ്ടാക്കുന്നത് കേട്ടാണ് അവർ ഉണർന്നത്. വിബുദ്ധ്യ വനിതാജനൈ, വനിതാജനൈ സ്ത്രീജനങ്ങൾ, ഗോപ സ്ത്രീകള്. തനയ സംഭവേ ഘോഷിതേ, തനയ സംഭവം അതായത് തനയൻ കുട്ടിയുണ്ടായി, ആൺകുട്ടിയുണ്ടായി, നന്ദഗോപർക്ക് ആൺകുട്ടിയുണ്ടായി എന്നവര് ഘോഷിതേ വിളിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു. മുദാ കിമു വദാമ്യഹോ, അവർക്കുണ്ടായ ഒരു സന്തോഷം, ഇത് എങ്ങനെ പറയാൻ പറ്റും? സന്തോഷത്തെ ഇത്ര അളവിലാണ് സന്തോഷം ഉണ്ടായത്, 2 കിലോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ?
ഇല്ല, സന്തോഷം, അളവില്ലാത്ത സന്തോഷമുണ്ടായി എന്നാണ്. കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം, ഗോകുലം മുഴുവനും സന്തോഷത്തിൽ ആറാടി എന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അപ്പൊ ഗോകുലത്തിലെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്ദിരേ പ്രഥമമാവിബന്ധ്യാദൃശ പുനഃസ്തനപരം നിജം സപതി പായയന്ത്യാമുദ മനോഹരധനുസ്പൃശ ജഗതി പുണ്യവന്തോജിത. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം. അമ്മമാര് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ അമ്മയ്ക്ക് കുട്ടിക്ക് പാല് കൊടുക്കലാണ് ആദ്യത്തെ കർത്തവ്യം. ഇപ്പോൾ യശോദ പക്ഷെ ആദ്യം യശോദ കുടിക്കുകയാണ് ചെയ്തത്. കുട്ടിയെ പാല് കുടിപ്പിക്കുന്നതിന് മുമ്പ് യശോദ കുടിച്ചു. എന്താണ് കുടിച്ചത്? അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമം. ആദ്യം അവള് കുടിച്ചു. ആപിബന്ധ്യാദൃശ, കണ്ണുകൊണ്ട് കുടിച്ചു. ഭഗവാന്റെ ആ രൂപലാവണ്യത്തെ അവള് കണ്ണുകൊണ്ട് കുടിച്ചു. എങ്ങനെയായിരുന്നു ഭഗവാന്റെ രൂപം? നവകളായ ചേതോഹരം, പുതുതായിട്ടുണ്ടായ കായാമ്പൂവിന്റെ നിറമുള്ള സുന്ദരമായ അങ്ങയുടെ രൂപത്തെ കണ്ണുകൊണ്ട് യശോദ ആദ്യം കുടിച്ചു. അതിനുശേഷമാണ് ഭഗവാനെ കുടിപ്പിച്ചത്. പുനസ്തനഭരം നിജം സപതി പായയന്ത്യാമുദ. പിന്നെ അവളുടെ മുലപ്പാല് ഭഗവാനെ കുടിപ്പിച്ചു. മനോഹര തനുസ്പൃശ, അങ്ങനെ മനോഹരനായ അങ്ങയുടെ ആ ശരീരത്തെ തൊട്ടത് കൊണ്ട് തന്നെ അവൾക്ക് എന്തുണ്ടായി? ജഗതി പുണ്യവന്തോജിത. ഈ ലോകത്തിൽ, ജഗതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, പുണ്യവന്തോജിത, അവള് പുണ്യവാന്മാരെ ഒക്കെ ജയിച്ചു. ഇതുവരെ ഉണ്ടായിരുന്ന പുണ്യവാന്മാരെ ഒക്കെ പുറകിലാക്കി. ഇവള് ഫസ്റ്റായി, പുണ്യവാന്മാരിൽ ഒന്നാമത്തവളായി തീർന്നു. ഭഗവാന്റെ മനോഹരമായ ആ ശരീരത്തെ സ്പർശിച്ചതോടുകൂടി പുണ്യവാന്മാരിൽ ഒന്നാമത്തവളായി തീർന്നു എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ യശോദയുടെ പുണ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അവൽ കുശലകാമ്യയാ സകലു നന്ദഗോപസ്തദാ പ്രമോദപരസംകുലോ ദ്വിജകുലായ കിംനാദദ തഥൈവ പശുപാലക കിമുന മംഗളം തേനിരേ ജഗത്രിദയമംഗള ത്വമിക പാഹി മാമയ. ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭവത്കുശലകാമ്യയാ സഖലു നന്ദഗോപസ്തദാ സ നന്ദഗോപഃ ഖലു തദാ പ്രമോദഭരസങ്കുലഃ. ആ നന്ദഗോപനാകട്ടെ അപ്പോൾ പരമാനന്ദ പരവശനായി. ഭവത്കുശലകാമ്യയാ, അവിടുത്തേക്ക് ക്ഷേമമുണ്ടാകുവാൻ വേണ്ടി, ദ്വിജകുലായ, അതായത് ദ്വിജൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണർക്ക് എന്തു തന്നെ ദാനം ചെയ്തില്ല? ക്ഷേമം ഉണ്ടാവാൻ ചെയ്യേണ്ട കർമ്മം അതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഗ്ലാനി, വിഷമതകളൊക്കെ ഉണ്ടെങ്കിൽ അത് നീങ്ങാൻ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമായ കർമ്മമാണ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക. ദ്വിജകുലായ കിം അതദാത്, ബ്രാഹ്മണർക്ക് എന്തെന്ത് തന്നെ ദാനം ചെയ്തില്ല. അതായത് വളരെയധികം ദാനങ്ങൾ അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. തഥായേവ പശുപാലകാഹ കിമു മംഗളം ന തേനിരേ. അതുപോലെ തന്നെ ഗോപന്മാർ എന്തെന്ത് സൽക്കർമ്മങ്ങൾ തന്നെ ചെയ്തില്ല. അതായത് അനേക സൽക്കർമ്മങ്ങൾ ചെയ്തു എന്നതിന് അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വിപരീതമായി പറയുമ്പോൾ അതിന് ശക്തി കൂടും അർത്ഥത്തിന്. ജഗത്ഹൃദയമംഗള, മൂന്ന് ലോകത്തിനും മംഗളം നൽകുന്ന ഭഗവാനെ, ത്വമിഹ മാം ആമയാത്പാഹി, നിന്തിരുവടി ഇവിടെ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം മേൽപ്പത്തൂര് സമാപിപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.